kite without education is like a bird without wings. Good afternoon. Education, without doubt, is one of the most sought after and discussed topics around the world. For now, we'll be discussing the issues, we'll be focusing on the issues right here in Kerala. As you may be aware, the education system here is under a lot of criticism. And this has paved way for people to opt for alternative sources of education. And in such a condition, homeschooling is slowly becoming increasingly popular, such an option. But however, the difficulty is that most people lack a proper reference and a guidance. And this is where we come in. Tutor-Right, a tutor guide. And our aim is to provide a proper reference and a guidance. At the same time, it will also play a dual role of providing access to people who lack it. So, our team contains 5 passionate girls, myself Gautami, Devika, Gopika, Divyashri and Gauri. So, our basic motive is to provide the very necessary resources that is required for educational purpose of children from age 1 to 5. So, let's know more about Tutor-Right for defining one of the gravest problems that now our society is facing and for giving a very apt solution for this. So now I'm handing over to Devika and she will be explaining why we really need this. So why Tutor-Right? എന്തുകൊണ്ട് Tutor-Right നമുക്ക് ആവശ്യമുണ്ട്? മെയിനായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ ഹോം സ്കൂളിംഗ് പ്രിഫർ ചെയ്യുന്ന പേരൻസിന് കണ്ടന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ടീഡിയസ് ഫോർ ദം ടു സെർച്ച് വെബ്സൈറ്റ് ആഫ്റ്റർ വെബ്സൈറ്റ് ലുക്കിംഗ് ഫോർ കണ്ടന്റ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയ സെർച്ച് ചെയ്ത് ആപ്റ്റായിട്ടുള്ള ഞങ്ങൾ റിവൈസ് ചെയ്ത കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ഇൻ്റർനെറ്റ് ആക്സസും ബേസിക് സിസ്റ്റം മാനേജ് ചെയ്യാൻ നോളജ് ഉള്ളവർക്ക് ഇത് വളരെ എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് പ്രസൻറ്റ് ഇത്രയും ഒരു ബേസിക് ആയിട്ട് ഒരു സ്റ്റേജ് വരെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് ആസ് എ ഫ്യൂച്ചർ ഗോൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടു പ്രൊവൈഡ് ദിസ് സർവീസ് ഓഫ്ലൈൻ. ഞങ്ങൾ ഈ ഒരു കാര്യം പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മെയിനായിട്ടുള്ളൊരു കാര്യം റീസൺ എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം, ഒരു സീരിയസ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ട്രൈബൽ ഇഷ്യൂസ്. ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രൈബൽ റീജിയൻസിലെ സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കൂടുതലാണ്. അത് ഇപ്പോൾ ഇവിടെയുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫ് ഇട്ടിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ സർവേ കണ്ടക്ട് ബൈ കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ അസോസിയേഷൻ വിത്ത് ഷെഡ്യൂൾഡ് ട്രൈബ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അറ്റ് പ്രൈമറി ലെവൽ 46% കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു ആൻഡ് വെൻ മൂവിങ് ഓൺ ടു സെക്കൻഡറി ലെവൽ അത് 36 ഇതാവുന്നു. ഈ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ സീരിയസ് ആണെന്ന് തോന്നി, ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുന്നോട്ട് പോകുമ്പോൾ ഇത് ഓഫ്ലൈനായിട്ടും ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ ഇതാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതമി. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ബേസിക് എയിം അല്ലെങ്കിൽ ബേസിക് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, റിലയബിൾ ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം ആയിട്ട് വരുന്നത്. സോ ഇപ്പോൾ വെബ്സൈറ്റിനെ പറ്റി പറയുവാണെങ്കിൽ as already mentioned, providing the right resources. So we know that here we have mainly 3 kinds of syllabuses: CBSE, state and ICSE. So we have conducted many studies and finally we have managed to couple the only the most necessary and most important types of resources that the children need to know, that the children need to basically know. So അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ്, necessary topics for children of age from 1 to 5. ഇനി നമ്മൾ ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽസിനെ വി ഹാവ് മാനേജ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു മെയിൻലി 4 സബ്ജക്ട്സ്, ദാറ്റ് ഈസ് ജനറൽ നോളജ്, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മലയാളം. Now let's visit our website and find out how we have presented the following subjects. Yes, അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഹോം പേജ് ആണ്. Under home page, we have described what is the real aim of Tutor-Right or how Tutor-Right can help your child with educational purposes.
നൗ ഇനി സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. സബ് ടോപ്പിക്സ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ 4 സബ്ജക്ട്സ് ആണ് സബ് ടോപ്പിക്സിനിടയിൽ വരുന്നത്. ദാറ്റ് ഇസ് GK, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മലയാളം. മലയാളത്തിൽ സബ് ടോപ്പിക്സ് അഗെയിൻ നമ്മൾ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആൽഫബറ്റ്സ് ആൻഡ് വേർഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ജസ്റ്റ് ടേക്ക് വൺ സെക്ഷൻ, ദാറ്റ് ഇസ് മാത്സ്. So when we have analyzed, we learned that there are mainly 3 sections under the subject maths, that is learning numbers, that is from 1 to 10, then simple addition, and finally simple subtraction. So നമ്മൾ ഈ 3 കൺസെപ്റ്റും with the help of videos ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. So mainly we have 3 videos for this. The first one is to teach how to learn the numbers, that is from 1 to 10. The second video shows the simple addition, and the third video shows simple subtraction. അപ്പോൾ ഇതേപോലെ ബാക്കി 4 ടോപ്പിക്സിൻ്റെ ബാക്കി 4 സബ്ജക്ട്സിൻ്റെ അടിയിലും ഇതേപോലെ കണ്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും വീഡിയോസിൻ്റെ ഫോമാറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. Now this is the videos. Now we can go back to our presentation. Okay, next is providing a solution. So this shows how Tutorites provides a solution for the earlier mentioned problems. So first is website Tutorite. So as I have already mentioned, the website Tutorite as it is a solution for the earlierly mentioned problems. We can go to that website, select the particular subject we want, just go through the videos and finally teach your child. Then ഇനി വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് പോയി ആർക്കൊക്കെ മനസ്സിലാകും എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട്. അങ്ങനെ ഒരു പ്രോബ്ലമേ വരുന്നില്ല. കാരണം എനിവൺ ഹു ഈസ് ഹാവിങ് എ BEd ഡിഗ്രി ഓർ എനിവൺ ഹു ഈസ് ഹാവിങ് എ ബേസിക് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ബേസിക് നോളജ് ഈ കൺസെപ്റ്റിനെ പറ്റി ചെറുതായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഈ വീഡിയോസ് ഒന്ന് കണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയും ക്ലിയറും ട്രാൻസ്പാരൻറ്റും ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു കോംപ്ലക്സിറ്റിയും വരുന്നില്ല. ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദർ ഇസ് നോ റൂം ഫോർ any doubt. We can simply watch the video and teach your child. നെക്സ്റ്റ് ഓഫ്ലൈൻ റിസോഴ്സസ്. നമ്മൾ റിമോട്ട് ഏരിയാസിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വെബ്സൈറ്റ് എടുക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷേ ഈ ട്യൂട്ടോറൈറ്റ് അതിനും രണ്ട് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ the whole contents in Tutorite can be downloaded into any kind of compact disk or any kind of portable storage devices, and ആവശ്യമുള്ളപ്പോൾ അത് ജസ്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ട്യൂട്ടോറൈറ്റ് ഒരു ഹോൾ പാക്കേജ് ആയിട്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിലേക്കോ PC-യിലേക്കോ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാവുന്നതുമാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അത് യൂസ് ചെയ്ത് ടീച്ച് ചെയ്യാം. Okay, next, in a future goal na patti parayuvaanengil, in the meanwhile, we do not claim that our initiative is the first. Presently, there are many such websites which offer many resources for educational purposes. Recently, the Kerala government also launched one CD on how to learn Malayalam. So the efforts are many, the efforts are vast, but the problem of proper implementation of this remains unanswered. That is, ഇത്രയും എഫേർട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കാരണം നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തൊരു വേറൊരു ലെവൽ, എഡ്യൂക്കേഷൻ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യം ഇതുവരെ എക്സ്പ്ലെയിൻഡ് അല്ല. സോ in such a situation, what Tutorite provides is just this. If our project is taken forward with the necessary essential financial requirement, then we are absolutely sure that this can transcend the life of a number of tribal children and a number of students who are depending on the conventional homeschooling approaches. And we can say that Tutorite is not the only option, but we do believe that Tutorite can be the right option. Thank you. How do you plan on promoting this, or basically how do you get this product to the tribal areas? Initially we are planning to approach the tribal activists first. അവർ വഴി പിന്നെ ടീച്ചേഴ്സിലേക്കും അതിന്ന് സ്റ്റുഡൻസിലേക്ക് റീച്ച് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്യൂട്ടോറൈറ്റ് കണ്ടന്റ് ആദ്യമേ നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത്, അതോ ക്യൂറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ക്വാളിറ്റി കണ്ടന്റ് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതെടുത്ത് പല ഏരിയ സെർച്ച് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അതെടുത്ത് ഞങ്ങൾ ക്യൂറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഓൾറെഡി അവൈലബിൾ എടുത്ത് ക്യൂറേറ്റ് ചെയ്യായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഇൻ ലേറ്റർ സ്റ്റേജസ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് വി മേ കം അപ്പ്.